പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ സഹായിക്കും. ദൈവത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ മറ്റ് 5 സഭകളോട് മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് പറയുമ്പോൾ സ്മുർദ സഭയോടും ഫിലദൽഫിയ സഭയോടും മാനസാന്തരപ്പെടുവാൻ പറയുന്നില്ല. കാരണം ഫിലദൽഫിയ സഭ ധനത്തിനോ ലൗകിക സുഖത്തിനോ ആഡംബര ജീവിതത്തിനോ പ്രാധാന്യം കൊടുക്കാതെ വചനം വായിച്ചും ധ്യാനിച്ചും മറ്റുള്ളവരോട് വചനം പറഞ്ഞും വചനത്തെ അവർ തികച്ചും അനുസരിച്ചും ലളിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് വിശ്വസ്തത പുലർത്തുകയായിരുന്നു. ദൈവവചനം സഹിഷ്ണുതയുടെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം സഹിഷ്ണുതയുടെ വചനത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നാം അധിവസിച്ചാൽ കർത്താവ് നമ്മെ കാക്കുവാനും പരിപാലിപ്പാനും സൂക്ഷിപ്പാനിടയായിത്തീരും. അപ്പോൾ ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നാം വചനത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിലെ 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു മുന്തിരിവള്ളിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിച്ചാൽ മാത്രമേ ആ കൊമ്പിൽ നിന്ന് ഫലങ്ങളൊക്കെ പുറപ്പെടുവിപ്പാനായി സാധിക്കത്തുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തനിലും എന്നിലും എൻ്റെ വചനം ആ വ്യക്തിയിൽ വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവായ യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അങ്ങനെ പോയാൽ അവിടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുവാനായിടയായിത്തീർന്നു. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുവാനായിടയായിത്തീരും. നോക്കിയേ, അപ്പോൾ കർത്താവിനെ ഒരു വ്യക്തി സ്നേഹിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കും, വചനത്തെ കാത്തുകൊള്ളും, വചനത്തെ പ്രമാണിപ്പാനായിടയായിത്തീരും. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയോട് അവയെ പിതാവ് സ്നേഹിപ്പാനായിടയായിത്തീരുമെന്നും അടുത്ത് പറയുന്നത്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുവാനായി ഇടയായിത്തീരുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ
കാത്തുകൊള്ളുക തന്നെ ചെയ്യും. നാം യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യോശുവയോടുള്ള വചനമാണ് പറയുന്നത്, നീ പോകുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ വചനത്തെ നീ അനുസരിച്ച് തന്നെ നടക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്ന പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നാം വിട്ടുകളയാതെ വചനത്തെ നാം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം പോകുന്ന ഏത് ഇടങ്ങളിലായാലും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ പ്രവൃത്തി സാധിപ്പിച്ചു തരും. നാം കൃതാർത്ഥനായി തീരുവാനായി ഇടയായിത്തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. സദൃശവാക്യം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതിനെ ഉപേക്ഷിക്കരുത്. ഏതിനെ? വചനത്തെ ഉപേക്ഷിക്കരുത്. വചനം നിന്നെ കാക്കുവാനായിടയായിത്തീരും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ 4-ാമത്തെ അധ്യായം സദൃശവാക്യം 8-ാമത്തെ വാക്യത്തിൽ അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തുവാനായിടയായത്. അപ്പോൾ ഒന്ന്, നാം നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കണം. 2, വചനത്തെ നാം ഉയർത്തണം, അത് നമ്മെ ഉയർത്തുവാനായിടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 33-ന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. ലേവിയോട് ബന്ധത്തിൽ പറയുന്ന വേദഭാഗമാണ്. സ്തോത്രം. അവരെന്ത് ചെയ്യുക? അപ്പനും അമ്മയും കണ്ടില്ല, സഹോദരന്മാരെ ഓർത്തില്ല, മക്കളെ ഓർക്കാതെ, സഹോദരന്മാരെ ആദരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ അവർ പ്രമാണിച്ചു, ദൈവത്തിൻ്റെ നിയമത്തെ അവർ കാത്തുകൊള്ളുവാനായിടയായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലേവിയ ആണെന്ന പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ആ കാലഘട്ടം ദൈവം തിരഞ്ഞെടുക്കുവാനായിടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേൽ 2:9 തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ ദൈവം കാക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 31-ന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു, അഹങ്കാരം പ്രവർത്തിക്കുന്നവന് ധാരാളം പകരം കൊടുക്കുന്നു എന്നാണ് വചനം നമ്മെ. അപ്പോൾ യഹോവയുടെ തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ ദൈവം കാക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ തൻ്റെ വിശുദ്ധന്മാരായുള്ളവരെ അവനെ സ്നേഹിപ്പിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ച് നടന്നാൽ ഭൂമിയിലെ സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും. നീ താഴ്ച പ്രാപിക്കയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്നാണ് വചനം നമ്മെ പഠിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നാം കാത്തുകൊണ്ടാൽ, സൂക്ഷിച്ചാൽ, വചനപ്രകാരം ജീവിച്ചാൽ, വചനത്തെ ഉയർത്തിയാൽ കർത്താവ് നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മെ കാത്തുപരിപാലിപ്പാനായി ഇടയായിത്തീരും. കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായി ഇടയായിത്തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. ആകയാൽ ഇവിടെ ഫിലദൽഫിയ സഭയോട് കർത്താവിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചാൽ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നാണ് ഇവിടെ വായിപ്പാനിടയായിട്ടുള്ളത്. ആകയാൽ നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ നാം കാത്തു സൂക്ഷിച്ചാൽ
ഹല്ലേലൂയ. ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരുഭൂപ്രയാണ യാത്രയിൽ നമുക്ക് നേരിടുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ഞാനും നിങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വചനത്തെ നാം കാത്തു സൂക്ഷിച്ചാൽ ഹല്ലേലൂയ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എന്ത് തന്നെ ആയാലും നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചാൽ, നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ ഉയർത്തിയാൽ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിപ്പാനായി ഇടയായിത്തരും. മാത്രമല്ല, കർത്താവ് നമ്മെ ഉയർത്തുവാൻ ഇടയായിത്തരും. നീ താഴ്ച പ്രാപിക്കില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. ആകയാൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഈ സമയം എനിക്ക് പറയുവാനുള്ളത്, നാം നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ, സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുക, വചനത്തെ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കാത്തു പരിപാലിപ്പാനിടയായിത്തരും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മെ കൈവിടുകയില്ല, നമ്മെ അനുഗ്രഹിച്ച് പരിപാലിക്കുക തന്നെ ചെയ്യും. ആയതിലേക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ വചനത്തെ എല്ലാ കാലത്തും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കാൻ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഉയർത്തുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.